ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിങ്ങളുടെ ഡിഗ്രിയുടെ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പേപ്പറാണ് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസത്തിന് മുന്നേ നമ്മൾ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചാപ്റ്റർ 2 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചാപ്റ്റർ 2ന്റെ പേരെന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അപ്പോ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിസ്റ്ററിയുടെ എന്താണ് ചരിത്രാതീത കാലം എന്നൊക്കെ പറയും. ചരിത്രം രചിക്കുന്നതിന് മുൻപേ ഉള്ള കാലഘട്ടമാണ്. നമുക്കറിയാം, നാം ഇന്ന് കാണുന്ന ഓരോ കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ഉള്ള കാര്യങ്ങളായാലും എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടും അങ്ങനെ എന്താണ് ഒരു ചെറിയ ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു ചെറിയ സംഹിതയായിട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും കാര്യങ്ങളുള്ള ഒരു വിശാലമായ മേഖലയാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അത് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്കിവിടെ സംഭവിച്ചിരുന്നത്, അതുപോലെ നമുക്ക് എന്തൊക്കെ സൈറ്റ്സ് ഉണ്ട്, നമുക്ക് അതായത് നിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, അതുപോലെ തന്നെ ചാൽക്കോലിത്തിക് ഏജ്, അങ്ങനെ കുറെ പീരീഡുകൾ കഴിഞ്ഞിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ ചരിത്രമായിട്ടുള്ളത്. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ ഈ പേപ്പറിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോവാം. അപ്പോ ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിനെ നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പേപ്പറിലും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലും ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ കരുതിയിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആധികാരികമായിട്ടൊക്കെ ഇതിനെ വലിയൊരു സബ്ജക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾ സമീപിക്കേണ്ട. ഹിസ്റ്ററി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലളിതമായിട്ട് സമീപിച്ചാൽ മതി. വർഷങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കരുതണ്ട. ഒരു ലളിതമായ രീതിയിൽ നമുക്ക് ഈ ചാപ്റ്റർ കൈകാര്യം ചെയ്തു പോവാം. എന്റെ കൂടെ തന്നെ പഠിക്കുക, എന്റെ കൂടെ തന്നെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ഹിസ്റ്ററിനെ നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. പ്രീ ഹിസ്റ്ററി എന്നും പ്രോട്ടോ ഹിസ്റ്ററി എന്നും പിന്നെ പറയുന്നു നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡും എന്നും. നമുക്കറിയാം, പ്രീ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? എഴുതപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലഘട്ടത്തെയാണ് പ്രീ ഹിസ്റ്ററി. നിങ്ങൾക്കറിയാം, പ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? മുൻപ് അല്ലെ. പ്രീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? മുൻപ്. അപ്പൊ എഴുതപ്പെട്ട രേഖകളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നു. നമുക്ക് ചരിത്രത്തെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയും. പ്രീ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങളും ഇല്ല, എഴുതപ്പെട്ട ഒന്നും തന്നെ. കാരണം അന്നേരം എന്തില്ലായിരുന്നു? എഴുത്ത് വിദ്യ ഇല്ലായിരുന്നു. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഏത് പീരീഡാണ്? നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. പ്രീ ഹിസ്റ്റോറിക് പീരീഡിന് മുന്നേ ഒരു കാലഘട്ടമാണ് പ്രോട്ടോ ഹിസ്റ്ററി. അപ്പൊ നോക്കിക്കേ, പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? എഴുതി വച്ച രേഖകളുണ്ട്, പക്ഷെ അത് വായിക്കാനായിട്ട് അറിയില്ല. കുറെ എഴുതി വെച്ച സംഹിതകളുണ്ട്, അത് വായിക്കാനായിട്ട് ആർക്കും തന്നെ അറിയില്ല. കാരണം എന്താണ്? എഴുത്തറിയാം, വായിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു. അപ്പൊ 2 പീരീഡായി അല്ലേ. പ്രീ ഹിസ്റ്റോറിക് പീരീഡും ആയി, അതുപോലെ തന്നെ എന്തുമായി? പ്രോട്ടോ ഹിസ്റ്ററി ആയി. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് എന്താണ്? എഴുതപ്പെട്ട രേഖകളുണ്ട്, പക്ഷെ അവ ഗ്രഹിക്കാൻ അല്ലെങ്കിൽ വായിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, 2 പീരീഡ് എത്തി. പ്രീ ഹിസ്റ്റോറിയിലാണെങ്കിൽ ഒന്നും തന്നെ എഴുതി വച്ചിട്ടില്ലായിരുന്നു, പക്ഷെ പ്രോട്ടോ ഹിസ്റ്ററിയിലേക്ക് എഴുതി വെച്ചു, പക്ഷെ അത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി വരുന്ന പീരീഡ് ആണ് നോക്കിക്കേ, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ എന്താണ് വരുന്നത്? എഴുതപ്പെട്ട കൃത്യമായ ഘട്ടം എഴുതി വച്ചിട്ടുണ്ട്, വായിക്കാനും പറ്റും, ഒക്കെ കൃത്യമായിട്ടുള്ള ഘട്ടത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 പീരീഡാണ്: പ്രീ ഹിസ്റ്ററി എന്നും പ്രോട്ടോ ഹിസ്റ്ററി എന്നും പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന്. അപ്പൊ ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ അങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രീ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? എഴുതപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലഘട്ടം. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? എഴുതി വച്ചിട്ടുണ്ട്, അത് വായിക്കാനായിട്ട് കഴിയില്ല. ഇനി പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ എഴുതപ്പെട്ട രേഖകൾ ഉള്ള കാലഘട്ടത്തെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഇൻറ്റു 3 മെയിൻ പീരീഡ്സ്. ഹിസ്റ്ററിന് നമുക്കറിയാം എത്രയായിട്ടാണ്? ഒരു 3 പീരീഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് സ്റ്റോൺ ഏജ്, പിന്നെ രണ്ടാമത്തെ ബ്രോൺസ് ഏജ്, മൂന്നാമത്തത് അയൺ ഏജ് ആണ്. അപ്പൊ സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? ശിലായുഗം. സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ ശിലായുഗം എന്ന് പറയുമ്പോൾ കല്ലുകൾക്കാണ് അവിടെ പ്രയോറിറ്റി കൂടുതൽ. കല്ലുകൾ കൊണ്ടുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ കല്ലുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പീരീഡാണ് സ്റ്റോൺ ഏജ്.
അത് കഴിഞ്ഞ ശേഷം ബ്രോൺസ് ഏജിൽ വന്നു. ബ്രോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വെങ്കലമാണ് അല്ലെ. വെങ്കലം എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പറും ടിന്നും കൂടെ ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു എന്താണ് അലോയിയാണ് എന്ന് വിളിക്കുന്നത്. നമ്മള് എന്ന് വിളിക്കുന്നത് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്, ബ്രോൺസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അയൺ വന്നു. അയൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇരുമ്പ് യുഗം. അപ്പൊ മനസ്സിലായോ? 3 പീരീഡ് ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, പിന്നെ എന്താണ് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ അയൺ ഏജ്. അയൺ ഏജ് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷി മേഖലയിലെല്ലാം പ്രാധാന്യം കൊണ്ടുവന്നത്. മനസ്സിലായോ? കൃഷിയെല്ലാം കൂടുതലായിട്ട് വികസിപ്പിച്ചത് ഏത് പീരീഡിലാണ്? നമ്മുടെ ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയൺ ഏജിലാണ് നമ്മുടെ എന്ത് വന്നത്? അഗ്രികൾച്ചർ എല്ലാം പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്കറിയാം കൃഷി ചെയ്യണമെങ്കിൽ ഒരു വൃക്ഷം നടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സസ്യം നടണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് വേണം? എക്യുപ്മെന്റ്സ് ഒക്കെ വേണം അല്ലെ. മൺവെട്ടി ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി വന്നത് ഏതിലാണെന്നാണ്? ഇരുമ്പിൽ നിന്നാണ്. അപ്പോ ഇരുമ്പ് യുഗം വന്നതോടുകൂടി അഗ്രികൾച്ചർ സെക്ടർ കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആവാനും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വികസിപ്പിക്കാനും തുടങ്ങി. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പം രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. ഹിസ്റ്ററിനെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. സ്റ്റോൺ ഏജ് എന്നും ബ്രോൺസ് ഏജ് എന്നും പിന്നെ പറയുന്നു അയൺ ഏജ് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് ആൾക്കാർക്ക് കൃഷി ചെയ്യാനൊക്കെ ആൾക്കാർ എന്താ? ഒരു കല്ലെടുക്കും, അതിനെങ്ങനെ എന്ത് ചെയ്യും? കുഴി ഉണ്ടാക്കാനൊക്കെ അതൊക്കെയാണ് വെച്ച് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് ഇരുമ്പിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ മെഷീൻ എല്ലാം നമുക്ക് ഇന്ന് ഉണ്ട്. അപ്പൊ കാലത്തിന്റെ പോക്കാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജ്, പിന്നെ എന്താണ് നമ്മുടെ ബ്രോൺസ് ഏജ്, അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അയൺ ഏജ്, ശിലായുഗം, വെങ്കലയുഗം, പിന്നെ പറയുന്നുണ്ട് ഇരുമ്പ് യുഗം. അങ്ങനെ 3 ഘട്ടത്തിലൂടെയാണ് ഹിസ്റ്ററി പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആണ്. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ സ്റ്റോൺ ഏജിനെ എന്ത് ചെയ്യാം? 3ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 പീരീഡ്സ്. അപ്പൊ നോക്കിക്കേ, സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലായുഗം. ഈ ശിലായുഗത്തെ 3 ആക്കി തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് 3 ആക്കി തിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ ഒന്ന് മനസ്സിലാക്കി. ഇങ്ങോട്ട് നോക്കിയ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്റ്റോൺ ഏജിനെ എങ്ങനെയാണ് 3 ആയിട്ട് തിരിക്കുന്നുണ്ട്? പാലിയോലിത്തിക് എന്നും അതുപോലെ തന്നെ മെസോലിത്തിക് എന്നും അതുപോലെ തന്നെ നിയോലിത്തിക് എന്നും. ഓക്കെ, ഇത് തൊട്ടാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസിന്റെ അഗാധങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ഇത് തൊട്ടാണ് മെയിൻ ആയിട്ടുള്ള പോർഷൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നത്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റോൺ ഏജ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 പീരീഡ്സ്. 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. എല്ലാവർക്കും അറിയാം. ഇനി ഈ പാലിയോലിത്തിക്കിന്റെ വേറൊരു പേരാണ് ഓൾഡ് സ്റ്റോൺ ഏജ്. ഏതാണ്? ഓൾഡ് സ്റ്റോൺ ഏജ്. അതുപോലെ തന്നെ മെസോലിത്തിക്കിൻ്റെത് മിഡിൽ സ്റ്റോൺ ഏജ്, നിയോലിത്തിക്കിൻ്റെത് ന്യൂ സ്റ്റോൺ ഏജ്. ഇങ്ങനെ 3 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റോൺ ഏജിന് തിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാന്ന് നമുക്ക് അറിയാം. പാലിയോലിത്തിക്കിൽ എന്ന് പറയും പ്രാചീന ശിലായുഗം അല്ലെ. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർക്ക് ഒന്നിനുള്ള എന്തില്ലായിരുന്നു? അറിവില്ലായിരുന്നു. എവിടെയെങ്കിലും താമസിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ഷെൽട്ടർ വേണമെന്നോ ക്ലോത്ത് വേണമെന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. അവർ പോകുന്നു, ഒഴുകുന്ന ലൈഫ് എന്ന് പറയുന്ന പോലെയാണ്. എവിടെയാണോ പോകുന്നത്, എവിടെയാണോ ടയേർഡ് ആകുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു സ്ഥിരമായ ഒരു വാസസ്ഥലോ ഒന്നും തന്നെ ഇല്ല. കുറെ കല്ലുകൾ കൂട്ടി ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യുന്നു? മൃഗങ്ങളെ ഹണ്ടിങ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പീരീഡ് ആയിരുന്നു പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് അതിൽ പേരിൽ തന്നെ ഉണ്ട് പ്രാചീന ശിലായുഗം. പ്രാചീനമാണ്. അവർക്ക് ഒന്നിനെ പറ്റിയോ ഒരു അറിവോ അല്ലെങ്കിൽ ഒരു കാര്യവിവരമോ ഒന്നും അവർക്കില്ല. അവർ പോകുന്നു, എവിടെയാണോ അലയുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും മൃഗങ്ങളെ പിടിച്ച് വേട്ടയാടി കഴിക്കുന്നു, ഏതെങ്കിലും കായ്കനികൾ ഭക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയ മനുഷ്യനാണ് പാലിയോലിത്തിക്കിൽ വരുന്നത്. അടുത്ത് മെസോലിത്തിക്കിൽ വന്നപ്പോൾ കുറച്ചുകൂടെ എന്താവുന്നു? അഡ്വാൻസ്ഡ് ആണ്. കുറച്ചുകൂടെ കല്ലുകളെല്ലാം കുറച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? പോളിഷ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പോളിഷ് ഒക്കെ ചെയ്ത് അത് വെച്ചിട്ട് എന്താണ് മൃഗങ്ങളെയൊക്കെ വീഴ്ത്താനും അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമ്മുടെ കിട്ടുന്ന കായ്കനികൾ കീറി മുറിക്കാനും ഒക്കെ അവർ എന്ത് ചെയ്തു? പഠിച്ചു. പിന്നെ എന്താണ്? മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താനും ഒക്കെ അവർ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആക്കിയ ഒരു പീരീഡാണ് മെസോലിത്തിക് എന്ന് പറയുന്നത്. അലഞ്ഞു നിറഞ്ഞു നടന്നവർക്കൊക്കെ എന്ത് ചെയ്യാം? ഓരോരുത്തർ താമസിക്കണം എന്നൊക്കെ ഉള്ള ഒരു കാര്യം. പിന്നെ കൃഷി തുടങ്ങി. ഇതിനൊക്കെ എന്താണ് പറയുന്നുണ്ട്. അപ്പോൾ നിയോലിത്തിക്കിലോട്ട് വരികയാണ്. ഇനി 3ാമത്തെ പീരീഡ് നിയോലിത്തിക്കിലാണ് ഒരു വിപ്ലവകരമായിട്ടൊരു മാറ്റം വന്നു. വിപ്ലവകരമായ മാറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം?
നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമായ ഒരു മാറ്റം വന്ന പീരീഡാണ് നിയോലിത്തിക് എന്ന് പറയുന്നത്. ആ നിയോലിത്തിക് പീരീഡിനെ ഒരു ശാസ്ത്രജ്ഞൻ വിളിച്ചിട്ടുണ്ട് ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിയോലിത്തിക് എന്നുള്ള ഒരു വിപ്ലവകരമായ റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്? ഗോൾഡൻ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. കാരണം ഒന്നും അറിയാതിരുന്ന മനുഷ്യൻ നിയോലിത്തിക് പീരീഡിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്യുകയാണ്? അഡ്വാൻസ്ഡ് ആയി, അവന്റെ ലൈഫ് സ്റ്റൈൽ മാറി, അവന്റെ രീതികൾ മാറി, അവന്റെ ചിന്താഗതികൾ മാറി, ബിഹേവിയർ മാറി, അവന്റെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ സെറ്റിൽമെന്റ്സ് ഒക്കെ മാറിയ പീരീഡാണ് നമ്മുടെ നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് 3 പീരീഡ് എടുത്താലും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്ന പീരീഡ് ഏതാണ്? നിങ്ങൾക്കറിയാം, നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നിയോലിത്തിക് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് നമുക്ക് പറയാം. ഇവിടെ എത്തിയപ്പോഴാണ് കല്ലുകളെല്ലാം കൂടുതലായിട്ട് ഷാർപ്പിംഗ് ചെയ്യാനും അതുപോലെ തന്നെ പോളിഷ് ചെയ്യാനും എനിക്ക് ലൈഫിൽ സെറ്റിൽമെന്റ് ആകണമെന്നും അതുപോലെ അവരുടെ എവിടെയെങ്കിലുമൊക്കെ വീടുകൾ വച്ച് താമസിക്കണമെന്നും കൃഷി തുടങ്ങണതും ഇടയപരിപാലനം ഒക്കെ ആരംഭിക്കുന്നത് ഈ നിയോലിത്തിക് പീരീഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വിപ്ലവകരമായ മാറ്റം എന്ന് നമുക്ക് പല ചരിത്രകാരന്മാരും ഈ പീരീഡിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ 3 പീരീഡ് നിങ്ങൾ ഒന്നുകൂടെ ഓർത്ത് നോക്കിക്കേ. പാലിയോലിത്തിക് ഏജിലായപ്പോ ഒന്നും തന്നെ അറിവില്ലായിരുന്നു. മെസോലിത്തിക്കിൽ എത്തിയപ്പോ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി. വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നത് ഏതിലാണ്? നിയോലിത്തിക് പീരീഡിലാണ്. മറന്നു പോകരുത്. എക്സാമിന് ചിലപ്പോ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, നിയോലിത്തിക് എന്താണ്? വാട്ട് യു മീൻ ബൈ പാലിയോലിക്? അപ്പോ ഇവിടെ പറയുന്നുണ്ട് ലിത്തിക് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് അല്ലെ. ലിത്തിക് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡാണ്. അതുപോലെ ലിത്തിക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റോൺ ആണ് അല്ലെ. എല്ലാത്തിലും ഉണ്ട്. മെസോലിത്തിക്, നിയോലിത്തിക്, ലിത്തിക് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം സ്റ്റോൺ ആണ് കേട്ടോ. മെസോ എന്ന് പറയുന്നത് മിഡിൽ ആണ്. അർത്ഥങ്ങൾ വേണമെങ്കിൽ ഓർത്തു വെക്കാം. മെസോ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ആണ്. ലിത്തിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോൺ ആണ്. അടുത്ത് നിയോലിത്തിക് എന്ന് പറയുന്നത്, നിയോ എന്ന് പറയുമ്പോൾ പുതിയത്, നിയോ എന്ന് പറയുമ്പോൾ പുതിയത്, അതാണ് ന്യൂ എന്ന് പറയുന്നത്. ലിത്തിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റോൺ ആണ്. ഓർത്തു വെക്കുക. അതൊരു ഗ്രീക്ക് വേർഡ് ആണ്. ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയുടെ ജോഗ്രഫി ഫീച്ചേഴ്സ് എങ്ങനെയാണ്? നമുക്കറിയാം അല്ലെ, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. കാരണം അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ്? അതായത് ക്ലൈമറ്റ് പരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോഗ്രാഫി ആയിട്ടൊക്കെ എങ്ങനെയാണ് ഇന്ത്യ നല്ല ഒരു കുറച്ചുകൂടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ധാരാളം നമുക്കിവിടെ ജലസ്രോതസ്സുകളായാലും അതുപോലെ കാലാവസ്ഥ, മൺസൂണൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ അന്റാർട്ടിക്കയിലാണെങ്കിൽ എപ്പോഴും തണുപ്പല്ലേ അല്ലെ. പിന്നെ അതുപോലെ ആഫ്രിക്കയിലാണെങ്കിൽ രാജസ്ഥാനിലൊക്കെ എപ്പോഴും ചൂടാണ്. പക്ഷെ നമുക്ക് അങ്ങനെയാണോ? ഇടവിട്ടുള്ള കാലാവസ്ഥകൾ നമുക്കുണ്ട് അല്ലെ. ഇടവിട്ടുള്ള കാലാവസ്ഥയില്ലേ. അതായത് ഇന്നിപ്പോ നമുക്ക് തണുപ്പെങ്കിൽ 24 ദിവസവും അല്ലെങ്കിൽ 24 മണിക്കൂറും നമുക്ക് തണുപ്പാണോ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്? ഇല്ല. എങ്ങനെയാണ്? നമുക്ക് മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകതയാണ് അല്ലെ. അനുയോജ്യമായ വിളവെടുപ്പുകൾ അല്ലെ, അനുയോജ്യമായ കൃഷി രീതികൾ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ താമസിക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ കാലാവസ്ഥപരമായിട്ടോ? ഇല്ല അല്ലെ. നമുക്ക് എന്തുണ്ട്? ആവശ്യത്തിന് മഴയുണ്ട്, അതുപോലെ തന്നെ വെയിലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ചൂടുണ്ട്, മഴ, എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യന്റെ പേരെന്താണ്? ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. എന്താണ് ജോഗ്രഫി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ? നമുക്കിവിടെ അനുയോജ്യമായ കാലാവസ്ഥ, അത് തന്നെയാണ് നിങ്ങൾ എഴുതാൻ. സ്യൂട്ടബിൾ ക്ലൈമറ്റ് അല്ലെ, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ഫോർ അഗ്രികൾച്ചർ. പിന്നെ ഹണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വേട്ടയാടൽ അല്ലെ. വേട്ടയാടൽ ഇവിടെ പറയുന്നുണ്ട്. ഹണ്ടർ ഗ്രൂപ്പ്സിന് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യയിലായിട്ട് ഉള്ളത് അല്ലെ. അത് മാത്രമല്ല ഒട്ടേറെ പലതരത്തിലുള്ള കല്ലുകളും മണ്ണുകളും കൊണ്ട് നമുക്കറിയാം ഇവിടെ ഒരുപാട് തരത്തിലുള്ള കല്ലുകളുണ്ട്, ശിലകളുണ്ട്. അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഗ്നേഷ്യസ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, അതുപോലെ തന്നെ സെഡിമെന്ററി റോക്ക്. ഇങ്ങനെ 3 തരത്തിലുള്ള റോക്സും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയ്ക്കും വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വൈവിധ്യമാണ് അല്ലെ. ഡൈവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ എന്നാണ്. എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ക്ലൈമറ്റ് ആയാലും പല തരത്തിലുള്ള വിളവെടുപ്പുകളായാലും
ഉത്സവങ്ങളായാലും ആചാരങ്ങളായാലും കസ്റ്റംസ് ആയാലും ബിലീഫ്സ് ആയാലും സൂപ്പർ സിറ്റുവേഷൻസ് ആയാലും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ധാരാളം നദികൾ നമുക്കറിയാം. ഇവിടെ തന്നെ എങ്ങനെയാണ് 44ഓളം നദികളുണ്ട് അല്ലെ. പിന്നെ അത് മാത്രമല്ല ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയ നദികളുണ്ട് അല്ലെ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഗോദാവരി നദി. അങ്ങനെയുള്ള കുറേ നമുക്ക് സമ്പന്നമായ കാര്യങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, നർമ്മദ, അങ്ങനെ കുറെ എണ്ണിയാലൊടുങ്ങാത്ത നദികൾ നമുക്കുണ്ട്. അപ്പോ എന്തുകൊണ്ടും നമുക്ക് എന്ത് തന്നെയാണ്, നദികൾ ഉള്ളത് കൊണ്ട് ജലത്തിന് എന്തെങ്കിലും ക്ഷാമം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അതെല്ലാം കൊണ്ടും വളരെ സ്യൂട്ടബിൾ ആണ് എന്തിന്, അഗ്രികൾച്ചറിന് വളരെ സ്യൂട്ടബിൾ ആണ് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ പറയുന്നത്, ഇവിടെ പറയുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു ആഗ്നേയശില, മെറ്റമോർഫിക് റോക്സ്, സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാദ ശില, അതുപോലെ ഇഗ്നേഷ്യസ് റോക്ക്. ഇഗ്നേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ കായാന്തരിത ശില. അങ്ങനെ 3 തരത്തിലുള്ള ശിലകളെല്ലാം നമ്മൾ എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. ശിലകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കല്ലുകളാണ് അല്ലെ. കല്ലുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ ചേർന്നിട്ടുള്ള, മണ്ണുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവയെല്ലാം എന്തിനനുയോജ്യമാണ്, നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ എന്താണ്, വളരെ അനുയോജ്യമാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സിലിക്കയുടെ കണ്ടന്റ് ഉള്ള സ്റ്റോണ് ഇന്ത്യയിൽ ഉള്ളതിനാൽ ടൂൾ മേക്കിങ്ങിന് എളുപ്പമായി. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സിലിക്കയുടെ എന്താണ്, കണ്ടന്റ് ഉള്ള സ്റ്റോൺ ആണ് അല്ലെ. സിലിക്ക എന്നറിയാമല്ലോ അല്ലെ, സിലിക്ക മെഗ്നീഷ്യം ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ സിലിക്കയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് എന്ത് തന്നെയാണ്, ടൂൾ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ഷാർപ്പനിങ് ചെയ്യണ്ടേ, ഷാർപ്പനിങ് ചെയ്യാൻ വളരെ എന്താണ്, എളുപ്പമായി നമ്മുടെ ഇവിടുത്തെ റോക്കുകളൊക്കെ. പിന്നെ ഒട്ടേറെ നദികളാണ്, നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ പെർണിയൽ നദി, പെർണിയൽ വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും എന്താണ്, വർഷത്തിലുടനീളം വെള്ളമാണ്. അത് എന്തുകൊണ്ടാ, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു ഗംഗയൊക്കെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ, കാരണം എപ്പോഴും അവിടെ തണുപ്പാണ്, മഞ്ഞാണ്. മഞ്ഞ് എന്താണ്, ഉറഞ്ഞായാലും എപ്പോഴും എവിടെ ഉണ്ട്, എന്തുണ്ട്, വെള്ളമുണ്ട്, സമ്പന്നമാണ്. അത് ഇന്ന സമയം നിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇത്ര സമയം വരെ വെള്ളം ഉള്ളൂന്നോ, വേനൽക്കാലത്ത് വെള്ളം ഇല്ലെന്നോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം ഏത് സമയം വർഷത്തിലുടനീളവും എവിടെയുണ്ട്, ഹിമാലയത്തിലെ നദികളിൽ എന്തുണ്ട്, വെള്ളത്താൽ സമൃദ്ധമാണ്. അതുകൊണ്ടാണ് അവയെ വിളിക്കുന്ന പേരാണ് പെർണിയൽ വാട്ടർ ബോഡീസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും വറ്റാത്ത എന്താണ്, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ വിളിക്കുന്ന പേരെന്താണ്, പെർണിയൽ വാട്ടർ ബോഡീസ്. ഓക്കെ, അതൊരു മാർക്കാണ്, ശ്രദ്ധിച്ചിരിക്കാം. പെർണിയൽ വാട്ടർ ബോഡീസ് എവിടെയുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ വളരെ സമ്പന്നമാണ്. ഇതെല്ലാം നമ്മുടെ ഫിസിയോഗ്രാഫി അല്ലെങ്കിൽ നമ്മുടെ ജോഗ്രഫിക്കൽ ഇന്ത്യയെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂണ്ടി കാണിക്കുന്നതാണ്. പിന്നെ ജൈവ വൈവിധ്യമുള്ള കൺട്രിയാണ് ഇന്ത്യ അല്ലെ. ധാരാളം സസ്യജാലങ്ങളുണ്ട്, അതുപോലെ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്പീഷീസ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാവുന്ന, നമുക്ക് പറയാൻ കഴിയില്ല. ആ കണക്കിന് വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹിമാലയ നദികൾ തന്നെ നമുക്ക് അതിനെടുക്കാം. ഹിമാലയ നദികളിൽ നിന്ന് ധാരാളം വെള്ളം ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നദീ സ്രോതസ്സുകളിലെല്ലാം വെള്ളത്തിന്റെ അംശം കുറയാതെ കാണപ്പെടുന്നത്. ഓക്കെ, വർഷത്തിലുടനീളം അവിടെ എന്താണ്, വെള്ളമാണ്. ഒരു ദിവസം പോലും വെള്ളം എന്ത് ചെയ്യുന്നില്ല, വറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അവിടെ തണുപ്പല്ലേ, അവിടെ മഞ്ഞല്ലേ. മഞ്ഞ് ഉരുകി എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, താഴെയുള്ള നദികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും എന്ത് തന്നെയാണ്, നദികളിൽ വെള്ളം കുറയാതെ അവശേഷിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം ഒരു സമ്പന്നമല്ലേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്കത് ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ജോഗ്രഫി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ കാലാവസ്ഥയായാലും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ആയാലും ഒക്കെ എന്താണ്, വളരെ വളരെ എന്താണ്, പ്രാധാന്യം സൃഷ്ടിക്കുന്നവയാണ്. ഒക്കെ എന്താണ്, വളരെ പ്രാധാന്യമാണ്. നമുക്ക് മിക്ക ആൾക്കാരും ഇന്ത്യയിലോട്ട് വരാനും ഇന്ത്യയിൽ എന്താണ് താമസിക്കാനൊക്കെ വളരെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. കാരണം എന്താണ്, ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് അല്ലെങ്കിൽ അവരെ വളരെ അട്രാക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് പാലിയോലിത്തിക് പീരീഡ്. പാലിയോലിത്തിക് പീരീഡിനെ എത്ര എടുത്തിരിക്കുന്നുണ്ട്? അത് ആദ്യം നമ്മൾ നോക്കിയത് ഹിസ്റ്ററിനെ എത്ര എടുത്തു, പ്രീ ഹിസ്റ്ററി, പോർട്ടോ ഹിസ്റ്ററി, അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അത് കഴിഞ്ഞ് സ്റ്റോൺ ഏജ് ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് മെസോലിത്തിക് ഏജ്. അത് കഴിഞ്ഞ ശേഷം ജോഗ്രഫി ഫീച്ചേഴ്സ് നോക്കി ഇന്ത്യയുടെ 3 ക്വസ്റ്റ്യൻ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാലിയോലിത്തിക് പീരീഡ്. പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ലോവർ പാലിയോലിത്തിക് പീരീഡ് എന്നും മിഡിൽ പാലിയോലിത്തിക് പീരീഡ് എന്നും അപ്പർ പാലിയോലിത്തിക് പീരീഡ് എന്നും തിരിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എന്നോട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ മനസ്സിലൊന്ന് കോറിയിടുകയോ ചെയ്യുക.
എന്താണ് പാലിയോലിത്തിക് പീരീഡ് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ലോവർ പാലിയോലിത്തിക് പീരീഡ് എന്നും മിഡിൽ പാലിയോലിത്തിക് പീരീഡ് എന്നും അപ്പർ പാലിയോലിത്തിക് പീരീഡ് എന്നും നമുക്ക് എന്ത് ചെയ്യാം തിരിക്കാം. അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അറിയാലോ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു, പ്രാചീന ശിലായുഗമാണ്. ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോൺ ആണ്. പാലിയോ എന്ന് പറയുന്നത് എന്താണ് പഴമയാണ്. ശ്രദ്ധിച്ചിരിക്കാം. എന്താണ് പാലിയോലിത്തിക് സൈറ്റ്സ് നമുക്ക് ടൈപ്പ് നോക്കാം. പാലിയോലിത്തിക്കിന്റെ സൈറ്റ് എത്ര തരത്തിലുണ്ട്? പാലിയോലിത്തിക് സൈറ്റ് അതായത് പാലിയോലിത്തിക്കിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന സൈറ്റ്സ് ഏതൊക്കെയാണ്, എത്ര തരം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പാലിയോലിത്തിക് സൈറ്റ്സും അതിന്റെ ടൈപ്സും എന്താണ്? ഓപ്പൺ എയർ സൈറ്റ്സും ഉണ്ട്, പിന്നെ എന്താണ് കേവ് ഓർ റോക്ക് ഷെൽട്ടർ സൈറ്റ്സും ഉണ്ട്. ഓപ്പൺ എയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പൺ എയർ എന്ന് പറഞ്ഞാൽ മലയുടെ അല്ലെങ്കിൽ റിവറിന്റെ താഴ്വാരങ്ങളിൽ. ഓക്കെ, ഓപ്പൺ എയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പൺ ആണ്, ഓപ്പൺ ആയിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് എന്താണ്? നിയർ റിവർ എന്നും അല്ലെങ്കിൽ മലയുടെ താഴ്വരങ്ങളിലുള്ള സൈറ്റ്സിനെയാണ് ഓപ്പൺ എയർ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ കേവ് ഓർ റോക്ക് ഷെൽട്ടർ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുഹയിൽ താമസിച്ചത്. കുറെ പാലിയോലിത്തിക് പീപ്പിൾസ് എവിടെയാണ് താമസിച്ചിരുന്നത്? ഗുഹകളിലൊക്കെ താമസിച്ചിട്ടില്ലേ? ഗുഹകളിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ റിവറിന്റെ സൈഡിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അല്ലാതെ എന്താണ് താഴ്വാരങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഏതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ പാലിയോലിത്തിക് സൈറ്റ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പാലിയോലിത്തിക് സൈറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഓപ്പൺ എയർ സൈറ്റ്സും ഉണ്ട്, പിന്നെ എന്താണ് കേവ് ഓർ റോക്ക് ഷെൽട്ടർ സൈറ്റ്സും ഉണ്ട്. അപ്പൊ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, ഗുഹകളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ പണ്ട് അല്ലെ? ആൾക്കാരൊക്കെ എവിടെയാ താമസിച്ചിരുന്നത്? ഗുഹകളിലൊക്കെ ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കേവ് പെയിന്റിങ്സ് ഒക്കെ കിട്ടിയത് അല്ലെ? ഏതെങ്കിലുമൊക്കെ സസ്യത്തിന്റെയോ അല്ലെങ്കിൽ ജന്തുജാലങ്ങളുടെയോ ബ്ലഡോ ഒക്കെ എടുത്തിട്ട് വരച്ചിട്ടുണ്ട്, പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്, നമ്മുടെ ഭൂലോകത്ത് തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞത് കേവ് പെയിന്റിങ്സ് വഴിയാണ്. അങ്ങനെയാണ് കേവ് ഗുഹാ ചിത്രങ്ങളൊക്കെ വന്നത്. എടയ്ക്കൽ ഗുഹയൊക്കെ നമുക്കറിയാം. ഓക്കെ, വയനാടുള്ള എടയ്ക്കൽ ഗുഹയിലൊക്കെ നമുക്കറിയാം ഓരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ പാലിയോലിത്തിക് സൈറ്റ് ഏതൊക്കെയാണ്? ഇതെല്ലാം സിമ്പിൾ ആണ്, അതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പാലിയോലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ എയർ സൈറ്റ്സും ഉണ്ട്, കേവ് ഓർ റോക്ക് ഷെൽട്ടർ സൈറ്റ്സും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഓപ്പൺ എയർ ആയിട്ട് അവർ താമസിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ്? ഗുഹകളിലോ അല്ലെങ്കിൽ എന്താണ് കേവുകളിലോ ഗുഹകളിലോ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലും അവരെന്ത് ചെയ്തിരുന്നു? താമസിച്ചിരുന്നു. അതാണ് രണ്ട് അവരുടെ വാസസ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലോവർ പാലിയോലിത്തിക് പീരീഡ്. ലോവർ പാലിയോലിത്തിക് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വലിയ വെള്ളാരം കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ലോവർ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് വലിയ വെള്ളാരം കല്ലുകൾ, അതായത് കല്ലുകൾ പല തരത്തിലുള്ള, അതുകൊണ്ടാണ് സ്റ്റോൺ ഇവിടെ വളരെ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. ആദ്യമൊക്കെ ആണെങ്കിൽ വെറും കല്ല് വെച്ചിരുന്നു. രണ്ടാമതെത്തിയപ്പോ എന്താണ്? കുറച്ച് ഷാർപ്പ് ചെയ്തു. മൂന്നാമതെത്തിയ വളരെ ഷാർപ്പ് ചെയ്തു, വളരെയായിട്ട് എന്ത് ചെയ്തു? ഷാർപ്പ് ചെയ്തു. പിന്നെ അതിന് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തു? നിരീക്ഷിക്കാനൊക്കെ തുടങ്ങി. അതാ ഇവിടെ പറയുന്ന ലോവർ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ വെള്ളാരം കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് ലോവർ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ ലോവർ പാലിയോലിത്തിക് പീരീഡിൽ ഇവർ കുറച്ച് എന്താണ് കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നത് അത് നമുക്ക് നോക്കാം. ചോപ്പിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചോപ്പിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചോപ്പ് ചെയ്യുന്ന ചോപ്പിംഗ് ടൂൾസ്. ഹാൻഡ് ആക്സസ് എന്ന് പറയുമ്പോൾ കൈക്കോടാലി. ഹാൻഡ് ആക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൈക്കോടാലി. പിന്നെ എന്താണ്? ക്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പിളർക്കാനായിട്ട്, രണ്ടായിട്ട് മാറ്റാനായിട്ടുള്ള ക്ലവേഴ്സ് ഉപയോഗിച്ചിരുന്നു. പിന്നെ നൈഫ്സ് ഉപയോഗിച്ചിരുന്നു. നൈഫ്സ് എന്ന് പറയുന്നത് എന്താണ്? കത്തി അല്ലെ? കത്തികൾ ഉപയോഗിച്ചിരുന്നു. ഫ്ലാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാക്സ് ചീളുകൾ. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ചീളുകൾ നമ്മൾ ചീൾ ചെയ്തെടുക്കില്ലേ? ഈ വിറകൊക്കെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ചീൾ ചെയ്ത് എടുക്കുമെന്ന് പറയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു. ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ പഠിക്കുക. ചോപ്പിംഗ് ടൂൾസ്, ഹാൻഡ് ആക്സസ്, ക്ലവേഴ്സ്, നൈഫ്സ്, പിന്നെ എന്താണ്? ഫ്ലേക്സ്. ഇങ്ങനെ 3-4 തരത്തിലുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. എന്തിനൊക്കെ ആയിരിക്കാം? ഈ ചോപ്പിംഗ് ടൂൾസ് എന്തിനായിരിക്കാം ഉപയോഗിച്ചത്? ചോപ്പിംഗ് ടൂൾസ് കിട്ടുന്ന കായ്ക്കനികളൊക്കെ എന്ത് ചെയ്യും? ചോപ്പ് ചെയ്ത് എന്ത് ചെയ്തു? ഉപയോഗിച്ചിരുന്നു. പിന്നെ ഹാൻഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ കൈക്കോടാലികൾ. വലിയ വലിയ മൃഗങ്ങളെ അല്ലെങ്കിൽ വലിയ വലിയ ജീവികളെയൊക്കെ കിട്ടുമ്പോൾ ഭക്ഷിക്കണ്ടേ? അവിടെ ആഹാര ശൈലി എന്ന് പറയുമ്പോൾ ഹണ്ട് ചെയ്യുക, ആഹാരം കഴിക്കുക. അപ്പൊ അതിനെ വെട്ടണം അല്ലെ? അതിനെ മുറിക്കണം ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൈക്കോടാലി വേണം. അതിനെ വെച്ച് എന്ത് ചെയ്യും അവര്? അതിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ എന്താണ്? പോകുന്ന മാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവജാലങ്ങൾ എറിയും. അപ്പൊ ഈ കോടാലി ചെന്ന് തറച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചിരുന്നത്? ഹാൻഡ് ആക്സസ് ഉപയോഗിച്ചിരുന്നത്. ഇനി ക്ലവേഴ്സ് ആണ്. ക്ലവേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുമോ? അതിന് പിളർക്കണ്ടേ? അപ്പൊ പിളർക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഉപകരണം, പിളർക്കുന്ന തരത്തിലുള്ള ഉപകരണത്തെയാണ് എന്ന് വിളിച്ചത് ക്ലവേഴ്സ്.
നൈസ് അറിയാലോ, കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അതുപോലെ ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചീളുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഉപകരണങ്ങൾ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ലോവർ പാലിയോലിത്തിക്കില് ആ ജനത ഉപയോഗിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് എന്താണ് ഉപകരണങ്ങളാണ് അല്ലെ. നമുക്ക് ഇവർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് എങ്ങനെയാ അറിയാൻ പറ്റുന്നത്? അതാണ് പറഞ്ഞത്, എഴുതപ്പെട്ട രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത് സോൺ കൾച്ചറൽ ട്രഡീഷൻ. സോൺ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സംസ്കാരം കണ്ടത്. ഇതൊരു കൾച്ചർ ആണ് അല്ലെ. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെ, ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീ തീരത്ത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ സോൺ കൾച്ചർ ട്രഡീഷൻ അത് എന്താണ്? ഒരു സംസ്കാരമാണ്. ഈ സംസ്കാരം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഉപഭൂഖണ്ഡത്തിന്റെ അല്ലെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ഈ ഒരു സോൺ കൾച്ചർ ട്രഡീഷൻ നമുക്ക് കണ്ടെത്തിയത്. ഇത് ആരൊക്കെയാ കണ്ടെത്തി? രണ്ടുപേരെ പേരുണ്ട്, നോട്ട് ചെയ്തെടുക്കുക, എഴുതിയെടുക്കുക, ഇമ്പോർട്ടന്റ് ആണ്. HD ടെറ ഓഫ് യാൽ യൂണിവേഴ്സിറ്റിയും TT പേറ്റേഴ്സൺ ഓഫ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ഒരു എന്ത് ചെയ്തത്? സോൺ കൾച്ചറൽ ട്രഡീഷൻ കണ്ടെത്തിയത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. HD ടെറ ഓഫ് യാൽ യൂണിവേഴ്സിറ്റിയും പിന്നെന്താണ് TT പേറ്റേഴ്സൺ ഓഫ് കാംബ്രിഡ്ജ്. എഴുതിയെടുക്കുന്നുള്ളവർക്ക് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. H ഒരു ഫുൾ സ്റ്റോപ്പ്, DE നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്കിലും ടെറ എന്ന് പറഞ്ഞാൽ എന്താണ്? TERRA ഓഫ് യാൽ യൂണിവേഴ്സിറ്റി, YOYALE യൂണിവേഴ്സിറ്റി. പിന്നെ എന്താണ്? TT പേറ്റേഴ്സൺ എന്നതിന്റെ സ്പെല്ലിംഗ് എന്താണ്? PEATERSON. പിന്നെന്താണ്? ഓഫ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഇങ്ങനെ രണ്ടുപേര് ചേർന്ന് കണ്ടെത്തിയ, ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡിന് ഇങ്ങനെ ചോദിക്കാം, സോൺ കൾച്ചറൽ ട്രഡീഷൻ ആരൊക്കെയാണ് ചേർന്ന് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടുപേരുടെ പേര് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. സോൺ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കാം? സോൺ നദിയുടെ തീരം, സോൺ നദിയാണ്, ആ റിവറിന്റെ നദീ തീരത്ത് അല്ലെങ്കിൽ ആ നദീ തീരത്ത് കണ്ടെത്തിയ ഒരു കൾച്ചറാണ് എന്തെന്ന് വിളിക്കുന്നത്? സോൺ ട്രഡീഷൻ കൾച്ചർ എന്ന് പറയുന്നത്. സോൺ ട്രഡീഷൻ കൾച്ചർ എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ കൾച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? സോൺ കൾച്ചറൽ ട്രഡീഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടെത്തിയ കൾച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? സോൺ ട്രഡീഷൻ കൾച്ചർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കൾച്ചർ കണ്ടെത്തിയത് ആരൊക്കെയാണ്? HD ടെറ ഓഫ് യാൽ യൂണിവേഴ്സിറ്റിയും TT പേറ്റേഴ്സൺ ഓഫ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും. ഓക്കെ. ഇവരെങ്ങനെയാ ഇത് എവിടെയാ കണ്ടെത്തിയത്? സോൺ നദിയുടെ തീരത്ത് ഒരു കൾച്ചർ വന്നു, അതിനെയാണ് എന്ന് വിളിക്കുന്നത്? സോൺ ട്രഡീഷൻ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇരുവശങ്ങളിൽ നിന്ന് ചെത്തി മിനുക്കപ്പെട്ട ടൂളാണ് സോൺ കൾച്ചറിന്റെ എന്തെന്ന് പറയുന്ന ഫീച്ചർ. ഇരുവശങ്ങളിൽ നിന്ന് ചെത്തി ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ചെത്തി മിനുക്കിയ ആ ഒരു എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഉപകരണമാണ് അവർ കൾച്ചർ, ആ ഒരു ടൂളാണ് ഇവർ ആ കൾച്ചറിൽ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വ്യക്തമായിട്ട് കൊടുത്തു, ഇരുവശങ്ങളിൽ നിന്നും ചെത്തി മിനുക്കിയ എന്താ ഉപയോഗിച്ചിരുന്നത്? ആ ഒരു ടൂളാണ് സോൺ കൾച്ചറൽ ട്രഡീഷനിൽ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഇവിടെ ഒന്നുകൂടെ, ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടെത്തിയ കൾച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ സോൺ കൾച്ചറൽ ട്രഡീഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടെത്തിയ ആൾക്കാരെ അറിയാമല്ലോ അല്ലെ? പേറ്റേഴ്സണും പിന്നെന്താണ് TT ടെറയും ചേർന്നിട്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇരുവശങ്ങളിൽ നിന്ന് ചെത്തി മിനുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ചെത്തി മിനുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം ചെത്തി മിനുക്കുക? ഇങ്ങനെ നമ്മളിങ്ങനെ ചെത്തി ഇങ്ങനെ എന്ത് ചെയ്യണം? അതിന് ഷാർപ്പനിങ് ചെയ്യുന്ന രീതി, അങ്ങനെയുള്ള ആ ഒരു ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൂൾസ് ആണ് ഈ സോൺ കൾച്ചറൽ ട്രഡീഷനിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. അതാണ് സോൺ കൾച്ചറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. കാരണം കല്ലുകളുടെ രൂപാന്തരം മാറ്റമാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. വെറും ഒരു കല്ലായിരുന്ന കല്ല് പിന്നെ എന്ത് ചെയ്യാണ്? ആദ്യം കല്ലിന് കുറുക്കനോ അല്ലെങ്കിൽ മൃഗങ്ങളോ വരുമ്പോൾ എറിയുമായിരുന്നു. അത് ജസ്റ്റ് കൊള്ളും, ആ മൃഗം എന്ത് ചെയ്യും? എഴുന്നേറ്റ് പോകും, ആ ഒരവസ്ഥ. രണ്ടാമത് കല്ലിനെ കുറച്ചൊരു ഷാർപ്പ് ചെയ്തു, അപ്പൊ കൊള്ളും, എന്ത് ചെയ്യും? ശകലം മുറിയും, അത് എന്ത് ചെയ്യും? കിട്ടും അല്ലെ? ഹണ്ടിങ്ങിന് കിട്ടും. പിന്നെ എത്തിയപ്പോ എന്ത് ചെയ്തു? ഷാർപ്പിങ് ചെയ്തു, ഭയങ്കര കൂർത്ത മുനയാക്കി എന്നാണ് പറയുന്നത്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കൂർത്ത മുനയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്നാണ്. കൂർത്ത മുനയാക്കിയിട്ട് എന്ത് ചെയ്യും? എറിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഒന്നുകിൽ എന്ത് ചെയ്യും? ചാകും, അല്ലെങ്കിൽ പരിക്ക് പറ്റും, ഇവർ അതിനെ കൊല്ലും, പിന്നെ എന്ത് ചെയ്യും?
അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, കൾച്ചർ എങ്ങനെയായിരിക്കും, വ്യത്യസ്തപ്പെടും അല്ലെ. കല്ലുകളുടെ രൂപാന്തരം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് സോൺ കൾച്ചറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. സോൺ നദീതീരത്ത് വന്ന കൾച്ചറാണ്. ഇനി ദ അക്യൂലിൻ കൾച്ചറൽ ട്രഡീഷൻ. ദ അക്യൂലിൻ കൾച്ചറൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അക്യൂലിൻ കൾച്ചർ എന്ന് പറയുമ്പോൾ വേറൊരു കൾച്ചറാണ്. അക്യൂലിൻ കൾച്ചർ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ഷേപ്പ്. സിമെട്രിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സിമെട്രിക്? ഇവിടെ രണ്ടു വശവും പകുതി എടുക്കുക. അപ്പോ ഞാൻ ഇതൊരു പേനയാണ്. ഈ പേനന് നടുകിലൂടെ നമ്മളിങ്ങനെ പിളർന്നു, മനസ്സിലായോ? എക്സാമ്പിൾ ആണ്. ഈ ഒരു പേനനെ രണ്ടും നമുക്ക് നടുകിലൂടെ ഇങ്ങനെ പിളർന്ന് വരുമ്പോൾ രണ്ടായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് എന്ത് ഷേപ്പ് എന്ന് പറയുന്നത്? സിമെട്രിക്കൽ ഷേപ്പ്. സിമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവിനെ നമ്മൾ നടുകിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പിളർക്കുമ്പോൾ രണ്ടും ഒരുപോലെ കിട്ടും. അതായത് മാൻ തന്നെ എടുക്കാം. മാൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്, മാൻ എങ്ങനെയാണ്? ഒരു സിമെട്രിക് ഷേപ്പ് ആണ്. മാൻ സിമെട്രിക് ഷേപ്പ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മളിങ്ങനെ പിളർക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ അറിയാലോ. അപ്പൊ പിളർക്കുമ്പോ എങ്ങനെയാണ്? കണ്ണ്, ഒരു മൂക്ക്, അങ്ങനെയല്ലേ അല്ലെ? എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യാണ്? പിളർന്ന് വരുമ്പോൾ രണ്ടും രണ്ടായിട്ട് സിമെട്രിക് ഷേപ്പ് ആണ്. അതായത് ഒരു മനുഷ്യനെ വിഭജിക്കുമ്പോൾ അല്ലെ രണ്ടു വശവും പകുതിയായിട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? സിമെട്രിക് ഷേപ്പ്. അത് മനുഷ്യൻ മാത്രമല്ല, വേറെ എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തും ആവാം, മനസ്സിലായി? അപ്പൊ സിമെട്രിക് ഷേപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന പീരീഡാണ് എന്ത്? അക്യൂലിൻ കൾച്ചർ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമെട്രിക് ഷേപ്പാണ്. രണ്ടു വശവും പകുതിയായി വിഭജിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നുവെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? രണ്ടു വശവും വിഭജിക്കുമ്പോൾ രണ്ടും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ ഇതിന് എന്ത് പറയാ? സിമെട്രിക്കൽ ഷേപ്പ് എന്നുള്ള. എക്സാമ്പിൾ ആണ് മനുഷ്യന്റെ കാര്യം പറയുന്നത്. ഹ്യൂമൻ ബീങ്, മനുഷ്യൻ എന്ത് ചെയ്യാണ്? തിരിക്കുന്ന അവസ്ഥ അല്ലെ. പിന്നെ കോട്ടസൽ ട്രോക്ക് ആൻഡ് ടൂൾ മേക്കിംഗ് ഉപയോഗിക്കുന്ന ലൈം സ്റ്റോൺ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ണാമ്പ് കല്ല്. നിങ്ങൾക്ക് അറിയാലോ ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ലൊക്കെ ഉപയോഗിച്ചിരുന്നത് എവിടെയാണ്? ഈ അക്യൂലിൻ കൾച്ചർ ട്രഡീഷനിലാണ് ഉപയോഗിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അക്യൂലിൻ കൾച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? സിമെട്രിക് ഷേപ്പ് ആണ്. ഓക്കെ, അത് ഓർത്തു വെക്കാം. രണ്ടു വശവും പകുതിയായി വിഭജിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ഒരുപോലെ കിട്ടുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നുണ്ട്? അക്യൂലിൻ കൾച്ചർ. സിമെട്രിക് ഷേപ്പ് അത് വരുന്നത് എവിടെയാണ്? അക്യൂലിൻ കൾച്ചറിലാണ് വരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ലൈം സ്റ്റോൺ ഉപയോഗിച്ചിരുന്നു. ഇവർ എങ്ങനെയാ ഉപയോഗിച്ചിരുന്നത്? മൈൽ സ്റ്റോൺ അല്ലെ. ലൈം സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ചുണ്ണാമ്പ് കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഇനി മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ. ഫ്ലാക്സിന് പ്രാധാന്യം നൽകി. ഫ്ലാക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ചീളുകൾ അല്ലെ, ചീള് ചെയ്തെടുക്കുക. എന്താണ്? ഫ്ലാക്സിന് എന്ത് ചെയ്തു? പ്രാധാന്യം നൽകി. ഫ്ലാഗ് ടൂൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ അത് രണ്ട് കാര്യങ്ങളുള്ളൂ. എന്തിനാണ് പ്രാധാന്യം നൽകിയ? അക്യൂലിൻ കൾച്ചർ സിമെട്രിക് ഷേപ്പ്. അടുത്ത് സോൺ കൾച്ചറിൽ എങ്ങനെയാണ് പറഞ്ഞത്? സോൺ നദിയുടെ തീരത്തുള്ള കൾച്ചർ ആയിരുന്നു. അടുത്തത് മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലാക്സിന് പ്രാധാന്യം നൽകി. ഫ്ലാക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ചീളുകൾക്ക് പ്രാധാന്യം നൽകി. ഫ്ലാക്സ് എന്ന് പറയുമ്പോൾ ചീളുകൾക്ക് പ്രാധാന്യം നൽകിയതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഇവിടെ പറയുന്ന മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്. ചീളുകൾ ഏതൊരു പ്രോഡക്റ്റ് ചീൾ ചെയ്തെടുക്കുന്ന അല്ലെ, അങ്ങനെ ഇളക്കി എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കൾച്ചറൂടെ നമുക്ക് പഠിക്കാറുണ്ട്. അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ പോർഷൻ എന്ത് കംപ്ലീറ്റ് ചെയ്യും. മൗസ്റ്റീരിയൻ കൾച്ചർ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് മൗസ്റ്റീരിയൻ കൾച്ചർ? എന്തൊക്കെ കൾച്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എല്ലാം കൂടെ മാറിപ്പോകരുത്. ആദ്യം പഠിച്ച സോൺ കൾച്ചർ, രണ്ടാമത് അക്യൂലിൻ കൾച്ചർ, പിന്നെ മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് മൗസ്റ്റീരിയൻ കൾച്ചർ ട്രഡീഷൻ അല്ലെങ്കിൽ മൗസ്റ്റീരിയൻ കൾച്ചർ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? നിയാണ്ടർത്താൽ, നമുക്കറിയാലോ ഹോമോസാപ്പിയൻസ് എന്നും പറഞ്ഞ്, അതുപോലെ നിയാണ്ടർത്താൽ, അതുപോലെ കുറെ ആൾക്കാർ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? മനുഷ്യനായി മാറിയെന്ന് നമുക്കറിയാം. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നിയാണ്ടർത്താൽ മനുഷ്യവർഗം ഉപയോഗിച്ചിരുന്ന ടൂളാണ്. ഓക്കെ, അങ്ങനെയുള്ള ആ തരത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് എന്ത് വിളിക്കുന്നത്? മൗസ്റ്റീരിയൻ കൾച്ചർ എന്ന് പറയുന്നത്. മൗസ്റ്റീരിയൻ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നിയാണ്ടർത്താൽ മനുഷ്യവർഗം ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിലെ ടൂളിനെയാണ് എന്ത് വിളിക്കുന്നത്? മൗസ്റ്റീരിയൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണ്? എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുക എന്താണ്? ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടാനും നുറുക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. ആ സമയത്ത് നല്ല ഷാർപ്പായൊക്കെ ഉള്ള ഒരു കത്തിയോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് ഒരു വെപ്പൺസോ കൊണ്ടു തന്നാൽ നമുക്ക് വളരെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അതാ പറയുന്നത് മൗസ്റ്റീരിയൻ കൾച്ചർ ട്രഡീഷണൽ എങ്ങനെയാണ്? നിയാണ്ടർത്താൽ മനുഷ്യവർഗം ഉപയോഗിച്ചിരുന്ന പീരീഡിലെ ഉപകരണത്തെയാണ് മൗസ്റ്റീരിയൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫ്ലാക്സ് എന്ന് എന്താണ്?
ചീളുകൾ തന്നെയാണ്, കട്ടി കുറഞ്ഞവയാണ്. ഇതിൽ നിന്ന് ഒത്തിരി ടൂൾ ഉണ്ടാക്കാൻ മനുഷ്യന് എന്ത് ചെയ്തു കഴിഞ്ഞു, ധാരാളം ടൂളുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ മൗസ്റ്റീരിയൻ കൾച്ചറിലെ ആൾക്കാർക്ക് കഴിഞ്ഞു. ആ ചീളുകൾ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസിനെ കീറി മുറിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മൃഗങ്ങളെ എന്ത് ചെയ്യാം വെട്ടാനായിരിക്കാം, ഒക്കെ എല്ലാത്തിനും ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞു. അതാണ് മൗസ്റ്റീരിയൻ കൾച്ചർ ട്രഡീഷൻ അല്ലെങ്കിൽ മൗസ്റ്റീരിയൻ കൾച്ചർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ, മൗസ്റ്റീരിയൻ കൾച്ചർ എന്താണ്, നിയാണ്ടർത്താൽ മനുഷ്യവർഗം ഉപയോഗിച്ചിരുന്ന ടൂൾ മേക്കിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, മൗസ്റ്റീരിയൻ കൾച്ചർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, സംശയമുണ്ടോ? അപ്പൊ സോൺ കൾച്ചർ പഠിച്ചു, അക്യൂരിയൻ കൾച്ചർ പഠിച്ചു, മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ, പിന്നെ മൗസ്റ്റീരിയൻ കൾച്ചർ ട്രഡീഷൻ അല്ലെങ്കിൽ മൗസ്റ്റീരിയൻ കൾച്ചർ ഫീച്ചേഴ്സ്. ഈ ഒരു പാഠത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഓർത്തു വെക്കുക, അക്യൂരിയൻ കൾച്ചറിൽ സിമെട്രിക് ഷേപ്പ് ടൂൾസ് ആണ് ഉപയോഗിച്ചത്. ഓരോ ടൂൾസ് ആണ് നോക്കുന്നത്. ഓക്കെ, സിമെട്രിക് ഷേപ്പ് ടൂൾസ് ഉപയോഗിച്ചിരുന്നത് അക്യൂരിയൻ കൾച്ചറിൽ. മിഡിലാണ് ഫ്ലാക്സ് ടൂൾ ഉപയോഗിച്ചിരുന്നത്. മിഡിൽ എന്ത് ഉപയോഗിച്ചു, മിഡിൽ പാലിയോലിത്തിക്കില് എന്താണ് ഫ്ലാക്സ് ടൂൾസ് ഉപയോഗിച്ചു. മൗസ്റ്റീരിയൻ കൾച്ചറിൽ എങ്ങനെയാണ്, അവിടെ എത്തിയപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്ലാക്സ് തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ അവർ എന്ത് ചെയ്തു ഉണ്ടാക്കി എന്നാണ്. അപ്പൊ ഈ പാഠം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല ജനത അല്ലെങ്കിൽ പഴയകാല മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ടൂൾസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത് അല്ലെ. ടൂൾസ് അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ, വെറും നിസ്സാരം കല്ലുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതും വളരെ പ്രധാനപ്പെട്ടതാക്കി എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ പാഠം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യും മുമ്പ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ചാപ്റ്റർ 2 ആണ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് അല്ലെ. അവസാനം വരെ ഒന്ന് ക്ലാസ് കാണുക, നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നോട്ട് എഴുതിയെടുക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആണ്, ഈ പാഠം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡിഗ്രിക്ക് കുറച്ച് വൈഡ് ആയിട്ടാണ് പാഠത്തിൽ കൊടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള ഈ കൾച്ചേഴ്സും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുക, അല്ലാതെ രക്ഷയില്ല. ഇത്രയെങ്കിലും പഠിച്ചാലേ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ പോർഷൻ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യമെങ്കിലും എന്ത് ചെയ്യുക, പുസ്തകം വായിക്കുമ്പോൾ വീഡിയോ ഒന്ന് കണ്ട് ആ പുസ്തകം കൂടെ വായിക്കുമ്പോൾ ഓക്കെ ആയിക്കോളും. സിമ്പിൾ അല്ലേ? എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ഹിസ്റ്റോറിക് പീരീഡ്, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് പ്രോട്ടോ ഹിസ്റ്ററി. ചിലത് എഴുതി വെച്ചോ, അത് വായിക്കാൻ കഴിയില്ല, ചിലത് എഴുതാൻ അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നിന്നാണ് ഇന്ന് കാണുന്ന ചരിത്ര രചന ഇതുവരെ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, എത്തി നിൽക്കുന്നത് അല്ലെ. ചരിത്ര രചനയ്ക്ക് എന്തോരം മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ എത്ര ഏജ് ഉണ്ട്, സ്റ്റോൺ ഏജ് അല്ലെ. ഒന്നും അറിയാതെ പാലിയോലിത്തിക് മാനിൽ നിന്ന് എവിടെ എത്തി, മെസോലിത്തിക് കഴിഞ്ഞു, പിന്നെ എവിടെ എത്തി, നിയോലിത്തിക് നിയോലിത്തിക്കില് എത്തിച്ചേർന്നു. നിയോലിത്തിക്കിൽ വന്നപ്പോ അവിടെ എന്താണ് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായി. വിപ്ലവകരമായ മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ആരാ അങ്ങനെ വിളിച്ചത്, ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താന്ന് വിളിച്ചത്, നിയോലിത്തിക്കിന്റെ റെവല്യൂഷൻ എന്ന് വിളിച്ചത് അല്ലെ. നിയോലിത്തിക്കിന്റെ റെവല്യൂഷൻ എന്ന് വിളിച്ചു. സ്റ്റോൺ ഏജിനെ എത്ര എടുത്തിരിക്കുന്നുണ്ട്, പാലിയോലിത്തിക് സൈറ്റ്സ് എന്നും പിന്നെ മെസോലിത്തിക് സൈറ്റ്സ് എന്നും പിന്നെ എന്താണ് നിയോലിത്തിക് സൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ലിത്തിക് എന്ന് പറയുന്നത് എന്താണ്, ലിത്തിക് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രീക്ക് വേർഡാണ്, അതിന്റെ അർത്ഥം കല്ലാണ്. പിന്നെ പറയുന്നുണ്ട് അല്ലെ സ്റ്റോൺ ആണ്. പിന്നെ ജോഗ്രഫി ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. ജോഗ്രഫി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ധാരാളം എന്താണ് വൈവിധ്യങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ട് വൈവിധ്യങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് എന്ത് വിളിക്കുന്നത്, ജോഗ്രഫി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഹണ്ടർ ഗ്രൂപ്പിന് അനുയോജ്യമായ അല്ലെ, വേട്ടയാടാൻ പറ്റുന്ന ആൾക്കാർക്ക് അനുയോജ്യമായ എന്താണ് ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ജോഗ്രഫി ഫീച്ചേഴ്സിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയിലുടനീളം എങ്ങനെയാണ് ഒട്ടേറെ പലതരത്തിലുള്ള കല്ലുകൾ, ആ കല്ലുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെന്റ് റോക്ക്, പിന്നെ എന്താണ് മെറ്റമോർഫിക് റോക്ക്, ആഗ്നേയശില, പിന്നെ അവസാദശില, കായാന്തരശില. കായാന്തരശിലയിലൊക്കെയാണ് എന്ത് വരുന്നത്, ഇവിടെ ചുണ്ണാമ്പൊക്കെ വരുന്നത്, ചുണ്ണാമ്പുകല്ലൊക്കെ വരുന്നത് അതിലാണ്. അപ്പൊ സെഡിമെന്ററി ആണ് അല്ലെ. അപ്പൊ കായാന്തര ശില ഇഗ്നീഷ്യസ് റോക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്തു, മാറിയ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സിലിക്കയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഇന്ത്യയിലുള്ള എന്താണ് ടൂൾ മേക്കിങ്ങിന് അത് വളരെ അനുയോജ്യമായി. ഒട്ടേറെ നദികൾ കൊണ്ട് സമ്പന്നമായിരുന്നു അല്ലെ. ഒട്ടേറെ നദികൾ എന്ന് പറഞ്ഞാൽ പെർണിയൽ വാട്ടർ ബോഡീസ്, ഹിമാലയത്തിൽ നിന്ന് എപ്പോഴും ഇന്ത്യയിലുടനീളം ഉത്ഭവിക്കുന്ന നദികൾ വെള്ളം ഉള്ളത് കൊണ്ട് പെർണിയൽ വാട്ടർ ബോഡീസ് ആയിരുന്നു. പിന്നെ ജൈവ വൈവിധ്യങ്ങളുള്ള കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യം അധികമായിട്ട് ജൈവ വൈവിധ്യം ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ പാലിയോലിത്തിക് പീരീഡ്, ലോവർ പാലിയോലിത്തിക് പീരീഡ്, മിഡിൽ പാലിയോലിത്തിക് പീരീഡ്, അപ്പർ പാലിയോലിത്തിക് പീരീഡ്. ഓക്കെ, ഇനി പാലിയോലിത്തിക് സൈറ്റ്സ് പറഞ്ഞു, ഓപ്പൺ സൈറ്റ്സും ഉണ്ട്, പിന്നെ എന്താണ് കേവ് റോക്ക് സൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ്, ചോപ്പിംഗ് ടൂൾസ്, ഹാൻഡ് ആക്സസ്, ക്ലവേഴ്സ്, നൈവ്സ്, ഫ്ലാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സോൺ കൾച്ചർ, അക്യൂലിൻ കൾച്ചർ, മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ, പിന്നെ എന്താണ് മൗസ്റ്റീരിയൻ കൾച്ചർ. എന്താണ് സോൺ കൾച്ചർ? സോൺ നദിയുടെ തീരത്ത്
അല്ലെ? സോൺ നദിയുടെ തീരത്ത് ചെത്തി ഇരുവശത്തു നിന്നും ചെത്തി മിനുക്കപ്പെട്ട ടൂൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് സോൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അക്യൂലിൻ കൾച്ചർ എന്ന് എന്താണ്? സിമെട്രിക് ഷേപ്പ് ഉപയോഗിച്ച് ടൂൾ ഉപയോഗിച്ചിരുന്നു. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെ വിഭാഗിക്കുമ്പോൾ രണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് സിമെട്രിക് ഷേപ്പ്. അപ്പൊ അപ്രകാരമുള്ള ടൂൾസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്താ വിളിക്കുന്നത്? അക്യൂലിൻ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലാക്സിന്, ചീളുകൾക്ക് പ്രാധാന്യം നൽകിയതാണ് മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ. മൗസ്റ്റീനിയൻ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നിയാണ്ടർ മനുഷ്യവർഗം, അല്ലെ? നിയാണ്ടർ മനുഷ്യവർഗം ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ഫ്ലാക്സ് ടീളുകൾ എന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞവയാണ്. ഒത്തിരി ടൂള് മനുഷ്യന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്തില് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ കൾച്ചേഴ്സും ഇതെന്തുവാണെന്നൊന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ടഫായിട്ട് തോന്നുവാണെങ്കിൽ ആ ഒരു പോർഷൻസിന് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. എത്രത്തോളം വായിക്കുക അത്രത്തോളം കുറച്ചുകൂടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നുകൂടെ ഒന്ന് വായിക്കുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ചാപ്റ്റർ 2 ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ നന്നായിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എപ്പോഴും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പരും ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്ലാസ്സസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഇപ്പോഴും ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന കുട്ടികൾ കാണും, അല്ലെ? അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ അഡ്മിഷൻ എടുത്ത് പഠിക്കാനായിട്ട് പറയുക. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ, സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്നും നിങ്ങൾ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടുന്ന വിദ്യാഭ്യാസമാണ്, അല്ലെ? അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പവറാണ്. ആ എഡ്യൂക്കേഷൻ നമുക്ക് സ്വായത്തമാക്കിയേ കഴിയും. അപ്പൊ ആ വിദ്യാഭ്യാസം അങ്ങ് അറ്റം വരെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സമയം പഠിക്കുക, കിട്ടുന്ന സമയം അതിനുവേണ്ടി പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് എന്നാണ്, അല്ലെ? ഹാർഡ് വർക്ക് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. ഇതിന് വളരെ അധികമായിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്കും വായിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാഠം ഫുൾ സെറ്റ് എന്നേ ഞാൻ പറയും. അപ്പൊ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.